ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജനുവരി 1 മുതൽ നോക്കുമ്പോൾ ഈ വർഷത്തിൽ 228ാമത്തെ ദിവസമാണ് ഇന്ന്. ആരാധനാ വർഷത്തിലെ 42ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. വാങ്ങിപ്പിന് ശേഷം 1-ാം ഞായറാഴ്ചയാണ് ഇന്ന്. അതായത് വിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പിന് ശേഷമുള്ള 1-ാമത്തെ ഞായറാഴ്ച. നാം ഓരോരുത്തരും ഇന്ന് രാവിലെ തന്നെ വിശുദ്ധ ദേവാലയത്തിൽ ചെന്ന് കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആ വിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാളിൽ നാം സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് ഭവനത്തിൽ വന്ന് നാളെ എഗെയിൻ ദേവാലയത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കും എന്ന് കരുതട്ടെ. അങ്ങനെ തയ്യാറെടുത്ത് നാളത്തെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ഒരുക്കത്തോടുകൂടി ചെന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ ലോകത്തിൽ തന്നെ ഒരു സ്വർഗീയ സുഖം നമ്മൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ പാതയിലൂടെ യാത്ര ചെയ്ത് അതിൻ പ്രകാരം ജീവിച്ച് കാണിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമാണ് ആന്തരികാന്തരങ്ങളെ തിരിച്ചറിയുന്നവനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുന്നത്. ആ വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും. കഴിഞ്ഞ 15 ദിവസത്തെ സുനോയോ നോമ്പ് ശരിയായ രീതിയിൽ ആരൊക്കെ നോക്കിയോ അവർക്കൊക്കെയും അനുഗ്രഹം കിട്ടാതെ പോവുകയില്ല എന്നത് നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ എഴുതി വച്ചിരിക്കുന്നതിലൂടെയും വാമൊഴിയിലൂടെയും വരമൊഴിയിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാളെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർ വിശുദ്ധ എവൻഗേലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വേദഭാഗം ആണ്. യേശുവിൻ്റെ ശിഷ്യന്മാരോടുള്ള 2 പ്രധാന പ്രബോധനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. ഒന്നാമത്തേത്, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണമെന്ന് സബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിനോട് അപേക്ഷിക്കുന്നതായി 35 മുതൽ 37 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അപേക്ഷ സബദി പുത്രന്മാരുടെ മാതാവാണ് ഉന്നയിച്ചതെന്നും മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ കാണുന്നു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20:20. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് അവരോട് ചോദിക്കുന്നു. അവർ അതിന് കഴിയുമെന്ന് മറുപടി പറയുന്നു. കർത്താവായ യേശു മിശിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ച് 3-ാമത്തെ പ്രവചനം ആണിത്. കഷ്ടാനുഭവത്തെക്കുറിച്ച് യേശു മുൻപും 2 തവണ പ്രസ്താവിച്ചിട്ടുണ്ട്. മർക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 8-ാം അധ്യായം 31-ലും 9-ാം അധ്യായം 31-ലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു ഇവിടെ ഇങ്ങനെ പറയുന്നതിന് കാരണം സബദി പുത്രന്മാർ ചോദിക്കുന്നത് ഭൗമിക രാജ്യത്തെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. യേശു രാജാവായി യെരൂശലേം ഭരിക്കുമെന്ന് അവർ നിരൂപിച്ചു. സ്വർണ്ണനാവുകാരനായ മോർ യുവാനിയോസ് പ്രകാരം പറയുന്നു, പാനപാത്രം കുരിശു മരണത്തെയും മാമോദീസ കർത്താവിൻ്റെ കുരിശു മരണത്താൽ സാധ്യമായ വീണ്ടെടുപ്പിനെയും കാണിക്കുന്നു എന്നതാണ്. പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 18-ാം അധ്യായം 11-ൽ പറയുന്നത് നമുക്ക് എടുത്ത് വായിച്ചാൽ മനസ്സിലാകും. എനിക്ക് ഒരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നുവെന്ന് ലൂക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 12:50-ലും പറയുന്നുണ്ട്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൽ 5:3-ൽ കാണുന്നുണ്ട്. ഇതൊക്കെയും ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ ആണ് യേശു പറഞ്ഞത് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. യേശു താൻ സഹിപ്പാനിരിക്കുന്ന ക്ലേശത്തെക്കുറിച്ചാണ് പാനപാത്രം, മാമോദീസ എന്നീ പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത്. പാനപാത്രം കുരിശുമരണമാണെന്നും മാമോദീസ എന്നത് ലോകത്തെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനും അതുവഴി ലോകം മുഴുവനും ശുദ്ധീകരണം
പ്രാപിക്കുമെന്നും സ്പഷ്ടമാക്കുന്നു. രണ്ടാമത്തേത്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ തീർച്ചയായും ഏൽക്കുകയും ചെയ്യും എന്ന് മർക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ശിഷ്യന്മാർ ഏൽക്കാനിരിക്കുന്ന പീഡങ്ങളെയും അവരുടെ സുവിശേഷ ഘോഷണത്താൽ രക്ഷിക്കപ്പെടുന്ന ജനത്തെയും ഈ പ്രവചനം സൂചിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാകും. ലൗകികമായ അധികാരത്തിനും സ്ഥാനത്തിനും മഹത്വത്തിനും വേണ്ടിയുള്ള ദാഹം ഒരു ശിഷ്യന് അഭികാമ്യമല്ല എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നു. സ്വർഗരാജ്യത്തിൽ ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ പീഡകളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആർക്ക് എന്ത് സ്ഥാനമാണ് കൊടുക്കേണ്ടത് എന്നത് തീരുമാനിക്കേണ്ടത് എൻ്റെ പിതാവാണ് എന്ന് യേശു എടുത്തു പറയുന്നുണ്ട്. സ്വർണ്ണനാവുകാരനായ മോർ ഇവാനിയോസ് പറയുന്നത്, ഒന്നാമത്തത്, ആ സ്ഥാനങ്ങൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദൈവമാതാവിനും, അതായത് ലൂക്കോസ് 1:28 വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. രണ്ടാമത്തേത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവൻ ആരും ഇല്ല എന്ന സാക്ഷ്യം ലഭിച്ച യോഹന്നാൻ സ്നാപകനുമായിരിക്കുമെന്നാണ്. അതായത് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11:11 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നമുക്ക് ശുശ്രൂഷ മനോഭാവം ഉള്ളവർ ആയിരിക്കണം. നാം ഓരോരുത്തരും ശുശ്രൂഷ മനോഭാവമുള്ളവരായിരിക്കണമെന്നർത്ഥം. രണ്ടാമത്തേത്, താഴാഴ്മയുള്ളവരായിരിക്കണം. മൂന്നാമത്തേത്, തൃത്വത്തെ തിരിച്ചറിഞ്ഞ് നാം ആരാധിക്കണം എന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അർത്ഥം മനസ്സിലാക്കി അതിൻ പ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.